ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആവോലി ഫിഷ് കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കോക്കനട്ട് ഷ്രെഡ് ചെയ്തതും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കുറച്ച് മുളക് പൊടി എരിവനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ അരച്ചെടുക്കണം. നല്ല പോലെ അരഞ്ഞ് കിട്ടണത്. അപ്പോൾ ഇനി അത് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക്, ഉലുവ ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് അതൊന്ന് പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. കറി ലീവ്സ് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളതിലേക്ക് ഒരു ചെറിയൊരു സവാള അല്ലെങ്കിൽ വലിയ ഉള്ളി, ഇത് നീളത്തിനരിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഷാലോട്ട്സ് എന്ന് പറയും, ഇത് അരിഞ്ഞതോ ഒരു 2-3 പീസ് അരിഞ്ഞതോ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫ്രൈ ആവേണ്ട, ഒരുവിധം ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പ് ചേർത്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ചേർത്തത് പുളിയാണ്. പുളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പുളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പുളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ആവോലി മീൻ അല്ലെങ്കിൽ പോംഫ്രട്ട് എന്ന് പറയും, ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി അതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് കുക്കായി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഓയിലൊക്കെ നന്നായിട്ട് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഗാർണിഷിങ് പോലെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒന്ന് കുലുക്കിയെടുക്കുക. കാരണം നമ്മൾ അതിലിനി സ്പൂണിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. പകരം നമ്മൾ കൈ വെച്ച് പിന്നെ രണ്ടറ്റത്തും പിടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഇതിനകത്തുള്ള മിക്സ് ഒന്ന് റെഡിയാവും. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമുക്കിത് എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ആവോലി മീൻകറിയും കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.